നമ്മളിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ദൃശ്യങ്ങൾ, വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സന്തോഷത്തിലാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി തന്നെയാണുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. RC ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഒരു എതിർപ്പും പറയാതെ പാർട്ടി തീരുമാനം അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ച നേതാവാണ്. അപ്പോൾ പാർട്ടി പരിഗണിക്കും, സീനിയോറിറ്റി പരിഗണിക്കും. VD സതീശന്റെ നേതാവാണ്, KC വേണുഗോപാൽ നേതാവാണ്. അപ്പോൾ തലമുതിർന്ന നേതാവാണ്, അത്രയും പരിചയമുണ്ട്. പ്രതിപക്ഷ നേതാവായും മന്ത്രിയായും KPCC അധ്യക്ഷനായും ഒക്കെ ഇരുന്ന പരിചയമുണ്ട്. ആ പരിചയ സമ്പത്ത്, ആ അനുഭവ സമ്പത്ത് തനിക്ക് തുണയാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയുള്ളത്. ആ മുഖത്ത് സന്തോഷമാണ്, നിറഞ്ഞ പുഞ്ചിരിയാണ് രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. മടങ്ങുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുക. ചിരിച്ച് പുഞ്ചിരിച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന രമേശ് ചെന്നിത്തല ചായ വേണോ എന്ന് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുകയാണ്. അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തായാലും ടെൻഷനൊന്നുമില്ല, സന്തോഷമാണ്, ആഹ്ലാദമാണ്, പുഞ്ചിരിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ കാണുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമൽ തെനമറമ്പിലുണ്ട്. അമൽ, ചിരിച്ചു നിൽക്കുന്ന ചെന്നിത്തലയാണ്. നിയോഗം അദ്ദേഹത്തിനായിരിക്കുമോ? അദ്ദേഹത്തിന്റെ പുസ്തകം ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. അതിന്റെ പേര് നിയോഗം എന്നുള്ളതായിരുന്നു. നിയോഗം ഇത്തവണ അദ്ദേഹത്തിനാകുമോ? ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള നിയോഗം രമേശ് ചെന്നിത്തലയ്ക്കാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ്. എന്തായാലും സന്തോഷത്തോടെ നിൽക്കുന്ന, അല്ലെ, പുഞ്ചിരിച്ച്. ഇതൊരു ടെൻഷൻ നിറഞ്ഞ ദിവസമാണ്. കാരണം 3-ൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. നേതാക്കൾക്കറിയില്ല, MLA-മാർക്ക് അറിയില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സന്തോഷത്തിലാണ്, വലിയ ആഹ്ലാദത്തിലാണ്, നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയാണ് മാധ്യമ പ്രവർത്തകരോട് ഇടപഴകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ ആത്മവിശ്വാസമുണ്ട്. സീനിയോറിറ്റി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ അമലിനെയും നമുക്ക് കാണാം. രമേശ് ചെന്നിത്തലയോട് സംസാരിക്കുകയാണ്. ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. 3-ൽ ആര് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. ഇന്ന് 1 മണിക്കാണ് നിർണായകമായ നിയമസഭാ കക്ഷിയോഗം ചേരുക. അതിൽ ഒരു പ്രഖ്യാപനമായിരിക്കുമോ, അതിനു മുൻപ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമോ, അക്കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. എന്നാലും ആലുവയിലെ വീട്ടിൽ നിന്ന് VD സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ചെന്നിത്തല തിരുവനന്തപുരത്താണുള്ളത്. മറ്റ് നിയുക്ത 63 MLA-മാരോടും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് നിർണായകമായ യോഗമാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഗവർണറെ കാണാനും സാധ്യതയുണ്ട്. ഇന്ദിരാഭവനിൽ വെച്ച് ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിർണായകമായ നിയമസഭാ കക്ഷിയോഗം ചേരുക. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹം നേരത്തെ മാധ്യമ പ്രവർത്തകരോടൊക്കെ ഇടപഴകുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചായ വേണോ, കാപ്പി വേണോ എന്നൊക്കെ ചോദിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് കാണുന്നത്. എപ്പോഴും ഈ രീതിയിൽ ആളുകളോട് സൗഹാർദ്ദപരമായി ഇടപെടുന്ന ചെന്നിത്തലയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ.